ലീഡർ കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. കരുണാകരന്റെ വാക്കിന് മറുവാക്കില്ലാത്ത ഒരു കാലം. ഐ ഗ്രൂപ്പിന്റെ സുവർണ കാലം എന്ന് വേണമെങ്കിൽ പറയാം. കെ കരുണാകരൻ ഐ ഗ്രൂപ്പിന് നേതൃത്വം നൽകിയിരുന്നു എങ്കിലും കരുണാകരനോട് പോന്നവനല്ലെങ്കിലും എ കെ ആന്റണിയും കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രമുഖനായിരുന്ന സമയം. ഇന്ദിരാഗാന്ധിക്ക് കെ കരുണാകരനോടും ഐ ഗ്രൂപ്പിനോടുമായിരുന്നു താല്പര്യമെങ്കിൽ സോണിയാഗാന്ധിക്ക് എ കെ ആന്റണിയോടും എ ഗ്രൂപ്പിനോടുമായിരുന്നു താല്പര്യം. കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ അതിപ്രതാപിയായി വാഴുന്ന കാലത്ത് തന്നെയാണ് എ കെ ആന്റണിയും തങ്ങളുടെ എ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ ലീഡർ കെ കരുണാകരൻ സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹിയിലെത്തി. എന്നാൽ സോണിയ തന്നെ കാണാൻ കരുണാകരന് സന്ദർശനാനുമതി നൽകിയില്ല. ഇന്ന് കാണാം നാളെ കാണാം എന്ന് കരുതി ഏകദേശം ഒരാഴ്ച കെ കരുണാകരൻ ഡൽഹിയിൽ തന്നെ തങ്ങി. സോണിയാഗാന്ധിയുമായി അടുപ്പമുള്ള പലരോടും തൻ്റെ ആവശ്യം അറിയിച്ച കരുണാകരൻ തനിക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചു തരണമെന്നും അവരോട് അപേക്ഷിച്ചു. പക്ഷേ സോണിയാഗാന്ധിയെ കാണാൻ അനുമതി കൊടുത്തില്ല. നിരാശയോടെ കെ കരുണാകരന് കേരളത്തിലേക്ക് മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം. രാജീവ് ഗാന്ധിയുടെ മരണശേഷം പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തും 2004 മുതൽ 2014 വരെയുള്ള മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 2 കേന്ദ്രമന്ത്രിസഭകളുടെ കാലത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിലെത്തിയാൽ സോണിയാഗാന്ധിയെ വീട്ടിൽ പോയി കാണുക എന്നുള്ളത് ഒരു ആചാരമായിരുന്നു. കോൺഗ്രസ് നയിക്കുന്ന സർക്കാരുകൾ ഈ ഒരു ആവശ്യം രാഷ്ട്രത്തലവന്മാരുടെ മുന്നിൽ വയ്ക്കുമെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന സോണിയാഗാന്ധി. എന്തിനു പറയുന്നു, പ്രധാനമന്ത്രിക്ക് പോലും സോണിയാഗാന്ധി സന്ദർശനം നിഷേധിച്ച വാർത്തകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർക്ക് പോലും സോണിയാഗാന്ധി പലപ്പോഴും അപ്രാപ്യയായിരുന്നു. കാലങ്ങളായി കോൺഗ്രസ് നെഹ്റു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്ത് പോലെയുള്ള പാർട്ടിയായതിനാൽ ആർക്കും ഇക്കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സോണിയാഗാന്ധി എന്ന ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന വനിത എത്രത്തോളം ശക്തയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ആ സോണിയാഗാന്ധിയെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പ് വീരൻ കുറഞ്ഞത് 2 വട്ടമെങ്കിലും കണ്ട് ഫോട്ടോ എടുപ്പിച്ചിരിക്കുന്നത്. ഇസഡ്+ സുരക്ഷയുള്ള അവരുടെ സമീപത്ത് ചെല്ലണമെങ്കിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗാർഡുകളുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. പഴയ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല. BJP അധികാരത്തിൽ കയറിയ ശേഷം സോണിയാഗാന്ധിയുടെ SPG സുരക്ഷ പിൻവലിച്ചിരുന്നു. സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് ഫോട്ടോ എടുക്കുക മാത്രമല്ല, ആ സോണിയാഗാന്ധിയുടെ കൈകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ കെട്ടിക്കൊടുക്കുന്നതും കാണാൻ കഴിയും. സോണിയാഗാന്ധിക്ക് എന്തോ ഗിഫ്റ്റ് കൈമാറുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഒരു പാരഡി വച്ച് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കിയ കോൺഗ്രസ് ഇനി എത്ര പാരഡികൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. അതിനൊപ്പം തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ LDF ആ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ ഒരു മാന്യത കോൺഗ്രസോ മുസ്ലിം ലീഗോ കാണിച്ചില്ല. ലീഗുകാരൻ പാട്ടെഴുതി കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചു. ഇതിനിടയിൽ ആരും പ്രതീക്ഷിക്കാതെ BJPക്കാർ വന്ന് പാട്ടിന് സംഗീതം കൊടുക്കുകയും ചെയ്തു. എന്തായാലും പാരഡി ഗാനം എഴുതിയ ലീഗുകാരന് വീണ്ടും ഒരിക്കൽ കൂടി പാട്ടുകൾ എഴുതാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നാൽ ഒരുപിടി അവനുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി എന്ന പ്രശസ്ത ഗാനത്തിൻ്റെ പാരഡിയായിരിക്കും എഴുതുന്നത്. സ്വർണ്ണത്തിൻ പങ്കുമായി കേരളം താണ്ടി ഞാൻ വരികയായി മാഡത്തെ തേടി. കിടിലൻ പാട്ടായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പാരഡി പാട്ട് ഉപയോഗിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം UDFന് ഇല്ല എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഇപ്പോൾ പാരഡി പാട്ട് തന്നെ ഒരു വലിയ പ്രതിരോധമായി CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആ വാചകം. വളരെ പ്രസക്തമായ ചോദ്യങ്ങളല്ലേ ഇത്? കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സംശയമുണ്ടാവില്ലേ, എങ്ങനെയാണ് 2014-14 അതെന്നാണെന്ന് പോലും നമുക്കറിയില്ല, ജൻപഥിൽ ഏറ്റവും സെക്യൂരിറ്റിയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ 2 തവണ ആക്സസ് കിട്ടി? ഒരു തവണയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു നേതാവിനെ കാണാൻ പോകാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കള്ളന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കൊള്ളക്കാരന് സോണിയാഗാന്ധിയെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവുന്നു. അദ്ദേഹം ഒരു പോറ്റി എന്ന വേഷമിട്ട്, അദ്ദേഹം ഒരു താന്ത്രിക വിധിയൊക്കെ അറിയാവുന്നയാൾ എന്ന നിലയിൽ പോയി ഒരു ചരട് വെട്ടിക്കൊടുക്കാൻ ഒരു താല്പര്യമുണ്ടാവുന്നു. അങ്ങനെ പാവം സോണിയാഗാന്ധിയെ പോയി കാണാൻ തീരുമാനിക്കുന്നു. ഒരു തവണ മനസ്സിലാക്കാം, ശരി, അത് ആന്റണിയോ അടൂർ പ്രകാശോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയിലായിരിക്കുമല്ലോ. അതല്ലാതെ സോണിയാഗാന്ധിയെ കാണാൻ നമുക്ക് ആർക്കും കഴിയില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരു ആക്സസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ കിട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.
രണ്ടാമത്തെ തവണയും അവിടെ പോകുന്നുണ്ട്. ആ രണ്ടാമത്തെ തവണ പോകുമ്പോൾ കയ്യിൽ കുറച്ച് സമ്മാനങ്ങളുമായിട്ടാണ് പോകുന്നത്, ഗിഫ്റ്റുമായിട്ടാണ് പോകുന്നത്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്വർണ്ണക്കൊള്ളക്കാരന് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ വസതിയിൽ ഒരു ഗിഫ്റ്റുമായി പോയി കാണാൻ? ഇതേ ദൃശ്യം നിങ്ങൾ തിരിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് കരുതുക. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സാന്നിധ്യത്തിൽ ഒരു ഗിഫ്റ്റ് മുഖ്യമന്ത്രിയുടെ കൈകളിൽ കൊടുക്കുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായി കേരളം വീക്ഷിക്കുക? അപ്പോൾ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഗിഫ്റ്റ് കൊടുത്തതിനെ കുറ്റം പറയല്ല. ഒരു തവണ നമുക്ക് മനസ്സിലാക്കാം, 2 തവണ എങ്ങനെ ആക്സസ് കിട്ടി? ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന്. അതിന് തൃപ്തികരമായ ഉത്തരം UDF-ലെയോ കോൺഗ്രസിലെയോ നേതാക്കൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. പകരം അവർ എങ്ങനെയാണ് അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം? എന്താണ് ആന്റണിക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചത്? പ്രധാനപ്പെട്ട ചോദ്യങ്ങളല്ലേ? 2014 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെയുള്ള സ്വാധീനം, ആ സ്വാധീനം രാഷ്ട്രീയ അതീതമാണെങ്കിൽ അതേ കാര്യം തന്നെയല്ലേ ഇപ്പുറത്തും സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഒന്ന് നോക്കൂ, ഇത് ഭരിച്ചിരിക്കുന്നത് UDF-ന്റെ സർക്കാരാണെന്ന് കരുതുക. 2016 അന്ന് ദേവസ്വം ബോർഡ് UDF-ന്റേതാണെന്ന് കരുതുക. ഈ സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട അടൂർ പ്രകാശുമായിട്ടും ആന്റണിയുമായിട്ടും ഇത്രയും അടുത്ത സൗഹൃദമുണ്ട് എന്ന് ചിത്രങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ റോള്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമാകുമോ? ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പപാളികളിൽ നിന്ന് സ്വർണം കൊണ്ടുപോകുന്നത് തടയാൻ ഈ പറയുന്ന അന്നത്തെ UDF-ന്റെ ദേവസ്വം ബോർഡിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞ ചരിത്രമുണ്ടോ? പ്രയാർ ഗോപാലകൃഷ്ണൻ അല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് പല പരിപാടികളിലും പ്രധാന അതിഥിയായി താമസിപ്പിച്ചത്, പ്രധാന അതിഥിയായി പങ്കെടുപ്പിച്ചത്? എന്തിനേറെ പ്രതിപക്ഷ നേതാവിന്റെ പിന്നിൽ നിൽക്കുന്ന റെജി എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ റോൾ എന്താണ്? ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പാരഡി പാട്ട് കൊണ്ടോ ഈ വികസനത്തെ മറയ്ക്കുവാൻ വേണ്ടി സ്വർണ്ണക്കൊള്ള എന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം ഉപയോഗിച്ചുകൊണ്ടോ മാത്രം UDF-ന് സാധിക്കില്ല. അതാണ് ഇവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്. പതിവ് വിട്ട തന്ത്രങ്ങളായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയറ്റിയതെങ്കിൽ അത് പോരാതെ വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പ്രതിപക്ഷം പ്രയോഗിച്ചൊരു തന്ത്രമുണ്ട്. എന്താണെന്നറിയാമോ? വികസന വിഷയങ്ങളൊന്നും ചർച്ചയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാ ചർച്ചകളും സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ചർച്ചയും സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്നു. ആ സ്വർണ്ണക്കൊള്ള മാത്രം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നിപ്പോൾ മലയാള മനോരമയുടെ 7ാമത്തെ പേജിൽ പോലും, മലയാള മനോരമയ്ക്ക് പോലും എഴുതേണ്ടി വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കാം. 1.5 പതിറ്റാണ്ടിനിടെ കേരളം വളർന്നു 3.5 മടങ്ങോളം. 2011-12 മൊത്തം ആഭ്യന്തര ഉൽപാദനം 3.64 ലക്ഷം കോടി. അവിടെ നിന്ന് ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 12.49 ലക്ഷം കോടി. എത്രയാ മടങ്ങി? 3 മടങ്ങ് 4 മടങ്ങ് വർധനമുണ്ടായിരിക്കുന്നു. 10 വർഷം കൊണ്ട് ഇരട്ടിയിലേറെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനം GSDP വർദ്ധിച്ചിരിക്കുന്നു. എഴുതുന്നത് മലയാള മനോരമയാണ്. അതിന്റെ അവസാനത്തെ ഒരു വാചകം കൂടി ഞാനൊന്ന് വായിക്കാം. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡിനെയും കേരളം അതിജീവിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. 2011-12 3.64 ലക്ഷം കോടിയായിരുന്ന സമ്പദ് വ്യവസ്ഥ 2016 6.35 ലക്ഷം കോടിയാവുന്നു. അവിടെ നിന്ന് 2024-25 വീണ്ടും ഇരട്ടിയോളം വളർന്ന് 12.49 ലക്ഷം കോടിയാവുന്നു. UDF-നെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരൊറ്റ തന്ത്രമേ മുന്നിലുള്ളൂ. വികസനം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഏതു പ്രചരണ വിഷയം കൊണ്ടുവന്നാലും അത് അതിന്റെ ഭംഗിയായി നിർവഹിച്ചാൽ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. വികസനമാണ് ചർച്ചയാവുന്നതെങ്കിൽ മനോരമയുടെ ഈ ക്ലിപ്പ് മാത്രം പോരാ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം MLA-മാരുടെ, പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലെ കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കണക്കുകളും പുറത്തു വരുമ്പോൾ അതൊക്കെ കേരളം കേൾക്കും, കാണും. പക്ഷെ അതിനെ തടയിടണമെങ്കിൽ UDF-ന് ഏക സാധ്യതയുള്ളത് സ്വർണ്ണക്കൊള്ള പോലെ മറ്റൊരു നെറേറ്റീവിലേക്ക് പോകണം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഇല്ലായിരുന്നെങ്കിൽ UDF എന്ത് ചെയ്തേനെ? ഏത് വിഷയം പിടിച്ചേനെ? ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേറ്റിവിറ്റി ID കാർഡ് കൊടുക്കാൻ പോവുകയാണ്. അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കരുതുന്ന ഒരു നടപടിയല്ലേ? രാജ്യമെമ്പാടും ഈ പറയുന്ന പൗരത്വ നിയമത്തിന്റെ വലിയ ഭീഷണി ഉണ്ടാകുമ്പോൾ സംസ്ഥാനം ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. കരോൾ സംഘത്തിനെതിരെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിക്രമം നടന്നിട്ട് കേസെടുക്കാതിരിക്കുമ്പോൾ ഇവിടെ കേസെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അതിന് സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ് UDF-ന് മുന്നിലുള്ള ഒരേ ഒരു സ്ട്രാറ്റജി.